ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കൊണ്ട് സമൂഹത്തിനൊന്നും സംഭാവന ചെയ്തിട്ടില്ലാത്ത ആളുകളെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളും, പത്രങ്ങളിൽ വരുന്നില്ല, ചാനലുകളുമാണ് പ്രഗത്ഭരാക്കുന്നത്, സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാക്കുന്നത്. അപ്പോൾ ഞാനും അത് പറയുകയും ഞാനും വീഡിയോ ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊരു ചോദ്യമുണ്ട്. ഒരു വശത്ത് ഞാൻ പറയുന്നു, നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അറ്റ് ദ സെയിം ടൈം ഞാനും ഇത് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ അല്ലെങ്കിൽ സമൂഹത്തിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനോ അദ്ദേഹത്തെ വിമർശിക്കാനോ അല്ല. പക്ഷെ അദ്ദേഹം ഇപ്പുറത്ത് വിമർശിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ടായ ഒരു വേദനയാണ്, അല്ലെങ്കിൽ സങ്കടമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. APJ അബ്ദുൽ കലാം എന്ന 3 അക്ഷരം പേര് പറഞ്ഞാൽ ഇന്ത്യയിലെയും ലോകത്തിലെയും ജീവിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ന്യൂജനം കുട്ടികൾക്ക് പോലും അത് ഒരു ലേഖനം വായിക്കുകയോ ഒരു കൊട്ടേഷൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കൊട്ടേഷൻ കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ആദരവാണ് APJ അബ്ദുൽ കലാം സാറിനോടുള്ളത്. വാജ്പേയിയുടെ ഒരു കണ്ടുപിടുത്തമാണെന്നാണ് പറഞ്ഞത്. AB വാജ്പേയിയുടെ ഒരു കണ്ടുപിടുത്തമാണ് APJ അബ്ദുൽ കലാം വരുന്നത്. അതിന് നമ്മുടെ മാനദ അമൃതാനന്ദമയി മഠവുമായും ചില ബന്ധങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല. ഇങ്ങനെ അമ്മയോടും ഇങ്ങനെ ചോദിച്ചിരുന്നു, ആരാണ് നമുക്കിനി പറ്റിയ ആളെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പല കണ്ടീഷൻസ് വെച്ചിട്ടാണ് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള APJ അബ്ദുൽ കലാം സാറ്, ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഇന്ത്യൻ പ്രസിഡൻ്റ് ആകുന്നത്. ഇന്ത്യൻ പ്രസിഡൻ്റ് പദവി കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത്, ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരിക്കലും പിന്നെ ഒരു എന്തിൻ്റെ ആവശ്യമില്ല, മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ട, കാര്യം സുഖസൗകര്യമായി ജീവിക്കാം സർക്കാരിൻ്റെ ചിലവിൽ തന്നെ. എന്നിട്ടും അദ്ദേഹം നേരെ പോയത് മദ്രാസിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു ബോട്ട് തുഴയുന്ന ഒരാളിൻ്റെ മകനായി ജനിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ആണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ പ്രചോദനമാണ് യുവാക്കൾക്കും യുവതികൾക്കുമെല്ലാം. എത്രയോ യൂണിവേഴ്സിറ്റികൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിട്ടിരിക്കുന്നു. എത്രയോ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നു. നമ്മളാണ് മിസൈൽ മാൻ എന്ന് അദ്ദേഹത്തിന് പേരിട്ടത്, അദ്ദേഹം ഇട്ട പേരല്ല. ആളുകളിങ്ങനെ പലർക്കും പല പേരുകൾ ഇട്ട് വിളിക്കും, ഇരട്ട പേരിട്ടും നല്ല പേരിട്ടും ഒക്കെ വിളിക്കും. പക്ഷെ അദ്ദേഹത്തിന് മിസൈൽ മാൻ എന്ന് വിളിച്ചു ആളുകൾ എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുകയും പുതിയ തലമുറയോടൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വർത്തമാനം പറയുന്ന കേട്ടാൽ അവർ വല്ലാതെ വീണുപോകും. ആ രീതിയിലൊക്കെ ഉള്ള സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ടുള്ള മൈത്രേയൻ, ആ പേര് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്, മൈത്രേയൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നു. അദ്ദേഹം പറയുകയാണ്, APJ അബ്ദുൽ കലാം മിസൈൽ മാനാണ്. മിസൈൽ കണ്ടുപിടിക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കാനല്ലേ? രാജ്യത്തെ നശിപ്പിക്കാൻ മാത്രമല്ല മിസ്റ്റർ. ISROയിൽ ഇരുന്ന് സാറ്റലൈറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലൂടെ ഇവിടുത്തെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, കാർഷിക രംഗം, അങ്ങനെ ഒരുപാട് രംഗങ്ങൾക്ക് പ്രയോജനമുള്ള സാറ്റലൈറ്റുകൾ വിടുന്ന സ്ഥാപനമാണ് ISRO. സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് സെൻ്ററുകൾ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററുകൾ, അതിൻ്റെ ഡേറ്റ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ലോകത്തിനോട് കിടപിടിക്കുന്ന ഒരു ISROയും അമേരിക്കയോടും റഷ്യയോടൊക്കെ കിടപിടിക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ വലിയ തോതിൽ വളർന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ISRO. അതിൻ്റെ ദീർഘകാലത്ത് അവിടുത്തെ സീനിയർ ശാസ്ത്രജ്ഞനായിരുന്ന ആളാണ് അബ്ദുൽ കലാം സാർ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എത്രയോ വലുതാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ സമ്മാനവും അദ്ദേഹം ലൈബ്രറിക്ക് കൊടുക്കുമായിരുന്നു, പൊതുജനങ്ങൾ കൊടുക്കുമായിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷവും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിത്വമായിരുന്നു. അത്ര വലിയ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത, രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു മഹാ വ്യക്തിത്വത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മിസൈൽ മാൻ എന്ന് അദ്ദേഹത്തെ കളിയാക്കിയിട്ട്, കഞ്ചാവടിക്കുന്നവനാണോ നല്ലത്, മിസൈൽ മാനാണോ, മിസൈൽ ഉണ്ടാക്കിയ ആളിനേക്കാൾ നല്ലതല്ലേ കഞ്ചാവടിക്കുന്നവൻ എന്ന് ചോദിക്കുന്ന താങ്കളെ എന്താ പറയുക? താങ്കൾ ഇതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്തി, സന്യാസിമാർ ഹിമാലയത്തിൽ മുണ്ടുടുക്കാതെ അല്ലെങ്കിൽ തുണി ഉടുക്കാതെ അർദ്ധനഗ്നരായി കഞ്ചാവ് വലിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ പിള്ളേർ വലിച്ചാൽ എന്താ? താങ്കൾ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളോട് ആൺകുട്ടികളോട് ഒന്നും ചോദിക്കരുത് മാതാപിതാക്കൾ, അവർ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളും. എന്തൊരു ചോദ്യം! പിന്നെ ഇടയ്ക്ക് ഇയാൾ പറയുന്നുണ്ടോ, താങ്കൾ പറയുന്നുണ്ടോ, അദാനി നമ്മുടെ അംബാനി ഇത്രയും പണം ഉണ്ടാക്കി കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കിയിട്ടിട്ട് ഒരു ഭാര്യയേ ഉള്ളൂ, എന്തൊരു ന്യായമാണ്? ഒന്നിലധികം ഭാര്യ എന്തെന്നാണ്? ഭാര്യ എന്ന് പറയാൻ താങ്കൾക്ക് നാണമില്ലയോ? താങ്കൾ മകൾ, ഭാര്യ, ബന്ധമൊക്കെ പറയാൻ വല്ല നാണമുണ്ടോ? പ്രായഭേദ വ്യത്യാസമില്ലാതെ ആരോടും ലൈംഗികതയാകാമെന്നും
അങ്ങനെ തന്നെ ഒരു ജീവിതമൊക്കെ നയിക്കാൻ തീരുമാനിച്ച് ഞാൻ അത്രയും അങ്ങോട്ട് പോകുന്നില്ല, ഒരുപാട് ഞാൻ ഉള്ളി തൊലിക്കും പോലെ പറയുന്നില്ല. അപ്പോൾ വളരെ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം താങ്കളെക്കുറിച്ച് മറ്റൊരു ചാനലിൽ AP മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിമർശകനോ സാമൂഹ്യ നിരീക്ഷകനോ ശേഖരൻ നായർ വഴി ശേഖരൻ നായരുടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അത് താങ്കൾ കേൾക്കണം. അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞ ശേഖരൻ നായർ പറഞ്ഞത് വളരെ പവിത്രമായ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രോഡാണ് താങ്കളെന്ന് പറഞ്ഞു. അപ്പോൾ താങ്കളോട് അത് മറ്റൊരു ചാനലിൽ വേറൊരാൾ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു പെർഫെക്റ്റായ ഫ്രോഡെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ അലങ്കാരമായി എടുത്തോളാം എന്ന് പറഞ്ഞു. ശേഖരൻ നായർ പറഞ്ഞു താങ്കൾ NGO ഉണ്ടാക്കി ഈ രാജ്യത്തെ പാവപ്പെട്ട ദളിതന്മാരെയും പിന്നെ അംഗപരിമിതമായിട്ടുള്ള ആളുകളെയും സെക്ഷൽ വർക്കേഴ്സിനെയും അടക്കമുള്ള പെൺകുട്ടികളെയും ഒക്കെ ആൺകുട്ടികളെയും ഒക്കെ എന്ത് ജോലി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ വേശ്യാവൃത്തിയൊക്കെ ജീവിതത്തിൽ നിവർത്തിയില്ലാതെ വേശ്യാവൃത്തിക്ക് പോയ സ്ത്രീകളെ ഉൾപ്പെടെ താങ്കൾ മിസ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെയൊക്കെ മറ്റു രൂപത്തിലേക്ക് കാണുകയും അവരിൽ നിന്ന് പണമുണ്ടാക്കുകയും ചെയ്ത് ഒരു കപ്പ വാഴ പോലും ഒരു ഏത്തക്ക പോലും ഒരു 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 മുളക് ചെടി പോലും ഇവിടെ വച്ച് 5 പൈസ സ്വന്തമായിട്ടുണ്ടാക്കാത്ത സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത അങ്ങ് എന്താണ് അബ്ദുൽ കലാം സാറിനെ പോലെയുള്ള അംബാനിയെ പോലെയുള്ള ആളുകൾക്കെതിരെ പറയുന്നത്? ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആരെയും തെറി പറയാം. അത് കേൾക്കാൻ ഒരു സമൂഹം കൂടെ ഉണ്ടെങ്കിൽ, കുറച്ച് പേര് കേൾക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഉണ്ട്. പക്ഷേ തുള്ളൽ കാണാൻ അല്ലെങ്കിൽ തോന്നിയവാസങ്ങൾ കാണാൻ അല്ലെങ്കിൽ കോമാളിത്തരം കാണാൻ ആളുണ്ടെന്ന് വിചാരിച്ച് ആടി തീർക്കരുത്. നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്യൂ. ഈ വയസ്സുകാലത്തെങ്കിലും ഈ നെഗറ്റീവ് ക്യാരക്ടർ മാറ്റി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന താങ്കൾ ചെയ്യൂ. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കൂ. അധ്വാനമില്ല, സംഭാവനയില്ല, ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല എന്തെല്ലാം സ്വന്തം ജീവിതം ഉൾപ്പെടെ സമൂഹത്തിന് കൊടുത്തുള്ള മഹത് വ്യക്തികളെ താങ്കൾ വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. മൈത്രേയ, സോറി, എന്നോട് പിണങ്ങരുത്.